നമസ്കാരം. രുദ്രനാരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ആ, കണ്ണേറ് നാവേറ്. ഈ സംഭവത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ്. കണ്ണേറ് അതുപോലെ തന്നെ നാവേറ്, ഈ രണ്ട് കാര്യങ്ങളും പണ്ട് കാലത്തുള്ളവർ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇതിൽ കണ്ണേറും നാവേറും പറയുന്നതിന് മുമ്പ് ഒരു സംഭവം കൂടി പറയാം. ഒരു കഥ അല്ലെങ്കിൽ ഒരു നടന്ന സംഭവം അതും കൂടെ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല കൃഷിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ആൾ നടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി കണ്ടു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഈ കൃഷി. ചീരയാണ്, നല്ല ചുവന്ന ചീരയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നു, നമ്മുടെ കണ്ണാസ്രാങ്ക അതുവഴി വന്നപ്പോൾ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഹമ്പ എന്നാ ഒരു ഇതാണ് പുള്ളി പറഞ്ഞത്. എടാ ഉവ്വേ, നമുക്കതിൻ്റെ കുറച്ച് വിത്ത് തരണേ, ഞാൻ അടുത്ത ശനിയാഴ്ച വരാം. ഇത് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ ഈ കർഷകന്റെ വൈഫ് പറഞ്ഞു, പുള്ളിക്കാരനെ കുറിച്ച് അത്ര നല്ല ഇതല്ല, പുള്ളി കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം നശിച്ചു പോവും, കണ്ണേറ് കിട്ടി കാണും അല്ലെങ്കിൽ നാവേറ് കിട്ടി കാണും എന്ന് പറഞ്ഞു. ഈ നമ്മുടെ കർഷകന് ഇതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറഞ്ഞു, അതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഇത് 21-ാം നൂറ്റാണ്ടാണ്, ഇന്ന് ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്ന്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ചീര എന്തോ ഒരു ജീവികൾ വന്ന് കയറിയതാണോ, പട്ടി കയറിയതാണോ അല്ലെങ്കിൽ പൂച്ച കയറിയതാണോ ഒന്നും അറിയത്തില്ല. എല്ലാം ഒടിഞ്ഞ് നശിച്ച് കിടക്കുകയാണ്. ഇനി മനുഷ്യൻ തന്നെയാണോ ഒന്നും അറിയത്തില്ല. മാത്രമല്ല, പുള്ളിക്കാരൻ ചെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വിത്തുകളെല്ലാം നിലത്ത് കിടക്കുന്നു. ആ വിത്ത് ഉറുമ്പുകൾ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയി. ആ നിലത്ത് കിടന്ന വിത്ത് എന്താ ഒരു മൂടിന് പോലും വിത്തില്ലാത്ത രീതിയിൽ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇത് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയാണ് ഈ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഈ ഭാഷയിലല്ല പറഞ്ഞത്, ഒരു തനി നാടൻ കർഷകന്റെ രോധനം, അതിലാണ് പുള്ളി പറഞ്ഞത്. ഇനി അയാൾ വിത്തിന് വരട്ടെ ശനിയാഴ്ച, പുള്ളി എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തോ കാണിക്കുന്നു കണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇതൊക്കെ ഇക്കാലത്തും നിലവിലുണ്ട്, ഈ സമ്പ്രദായം കണ്ണേറ് നാവേറ്. ഇതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുളികൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് കേട്ടോ. 101 ഗുളികന്മാരുണ്ട്. നല്ലവരും ഉണ്ട്, മോശക്കാരും ഉണ്ട്. പുരാണ സങ്കല്പങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും, അതുപോലെ തന്നെ ഉത്തര കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ തെയ്യം എന്ന് പറയുന്ന സംഭവമില്ലേ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ദേവതാ സങ്കല്പം കൂടിയാണത്. ഗുളികന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 101-ലധികം ഗുളികന്മാരുള്ളപ്പോൾ നല്ലവരുണ്ട്, ദ്രോഹകാരികളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രഗുളികനുണ്ട്, കരിങ്കുളികനുണ്ട്, അങ്ങനെ നാഗഗുളികൻ വരുന്നുണ്ട്, കാലഗുളികനുണ്ട്, അങ്ങനെ ഒത്തിരി ഗുളികന്മാരുണ്ട്. ഇവർക്കെല്ലാം പല കഥകളും ഉണ്ട്, ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പം ശിവന്റെ പെരുവിരലിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വന്ന ഗുളികനെ കുറിച്ച് പറയുന്നുണ്ട്. ശനിയുടെ പുത്രനായിട്ടോ മന്ദന്റെ മകൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങളുണ്ട് ഓരോരുത്തർക്കും, നാഗവിശേഷണങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇവർക്കൊരു സമയം കൂടി പറയപ്പെടുന്നുണ്ട്, ഉച്ച സന്ധ്യ എന്ന് പറയുന്ന സമയങ്ങൾ. ഈ സമയത്താണ് കൂടുതൽ ഇവരുടെ ശക്തി പ്രാപിക്കുന്ന സമയം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ നല്ലത്, ചിലർ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും, ചിലർ പറയുന്നത് അതുപോലെ അച്ചട്ടായിട്ട് നടക്കും. ഇങ്ങനെ രണ്ട് രീതിയിലും ഉണ്ട്. അപ്പോൾ ഇത് ആരെ കേൾക്കുന്നത്, എപ്പോഴാണ് കേൾക്കുന്നത്, എന്താ പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരെയും ഇത് ഏൽക്കാറില്ല. ഇത് ഏൽക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഭംഗി, രണ്ട് കഴിവ്. ഈ രണ്ട് കാര്യങ്ങളെ മാത്രമേ ഇത് ഏൽക്കുള്ളൂ. ഒന്ന് നല്ല ഭംഗിയുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല സ്ട്രക്ചറുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിലർ നോക്കിയാൽ മതി, കണ്ണേറെന്ന് പറയും. ചിലർ നാവ് കൊണ്ട് അത് പറയണം.
അപ്പം ഇങ്ങനെയാണ് ഇതുണ്ടാവും. നമ്മൾ കരിനാക്കെന്നൊക്കെ പറയത്തില്ലേ, കരിങ്കുളിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നിലവിലുണ്ട്. അപ്പം ഇതിൽ ഭംഗിയുള്ള വസ്തുക്കളും കഴിവും ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ആ കഴിവ് നശിക്കുന്നില്ല അവിടെ, പക്ഷേ അത് ചെയ്യാനുള്ള കുട്ടിയുടെ ആ ഒരു അലസമായിട്ടുള്ള സ്വഭാവം കാണിക്കും. പിന്നീട് അയാൾക്ക് പഠിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നല്ല കഴിവുള്ള ആളായിരിക്കും, ഒരു താല്പര്യം ഇല്ലാതെ മാറിപ്പോവും. അതുപോലെ നല്ലൊരു ബോഡി ബിൽഡർ, ഇവർക്കിത് ഏറ്റു കഴിഞ്ഞാൽ ശോഷിച്ചു പോകുന്നല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അവർക്കത് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു താല്പര്യം അങ്ങ് നഷ്ടപ്പെടും. അതുപോലെ ചില ഭംഗിയുള്ള വീടുകൾ, വസ്തുക്കൾ, പിന്നെ ഇതുപോലത്തെ എന്താണ് കൃഷികൾ, അതിനൊക്കെയാണ് ഈ കോലം നാട്ടുക എന്നൊക്കെ പറയുന്നത്. കുമ്പളങ്ങയൊക്കെ തൂക്കിയിടാറില്ലേ ഇങ്ങനൊന്നും വരാതിരിക്കാൻ. അപ്പോൾ ഇത് ഈ കരിങ്കണ്ണന്മാർക്ക് ഈ പരിപാടി അറിയാമെന്നുള്ളിടത്ത് മാത്രമേ ഇവർ ചിലർ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, ചിലർ അറിഞ്ഞുകൊണ്ട് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ട്. അത് പണ്ട് കാലത്ത് ചെയ്തു വന്നിരുന്ന ഒരു പദ്ധതിയാണ്, അതിന്നും നിലവിലുണ്ട്. ഒന്ന്, പുള്ളി ഇത് എവിടെ നിന്നാണ് കണ്ടത്, അല്ലെങ്കിൽ പുള്ളി ഇത് എവിടെ നിന്നാണ് പറഞ്ഞത്, ആ സ്ഥലത്തെ മണ്ണെടുക്കുക. ശേഷം ഉപ്പ്, മുളക്, കടുക്, ഈ സാധനങ്ങൾ എടുത്ത് നന്നായിട്ട് ഒഴിഞ്ഞ്, വിളക്കിൻ്റെ മുമ്പ് വെച്ച് തന്നെ നന്നായിട്ട് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് അതിലേക്ക് നോക്കാതെ തിരിഞ്ഞു നടക്കുന്ന ഒരു സമ്പ്രദായം, പാണയില കൊണ്ട് ഫുള്ള് ഒഴിയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ ഊതിക്കളയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, ആ ദോഷം ഇല്ലാണ്ട് ആകും എന്നാ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഏൽക്കാതിരിക്കാൻ കുമ്പളങ്ങയുടെ പുറത്ത് ചുണ്ണാമ്പ് തേച്ച് വീടിൻ്റെ മുമ്പിൽ ഇടുക. അതല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ നമുക്ക് കോലം എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, പണി നടക്കുന്ന സമയത്ത് വയ്ക്കാം. അപ്പം ഇതൊക്കെ ചിലർ അറിഞ്ഞുകൊണ്ട് പറയും, ചിലർ അറിയാതെ പറയും. ഗുളികൻ നിൽക്കുന്ന സമയമാണ് എങ്കിലാണ് ഇത് കൂടുതൽ ശക്തമാകുന്നത്. എല്ലാ സമയത്തൊന്നും ശക്തമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ, ഇപ്പം സന്ധ്യാനേരം, അതുപോലെ ഉച്ച സമയം, ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ, ഈ സമയങ്ങളിൽ പറയുമ്പോഴാണ് കൂടുതലായിട്ട് ഏൽക്കുന്നത്, അല്ലെങ്കിൽ കാണുമ്പോഴാണ് കൂടുതലായിട്ട് ഏൽക്കുന്നത്. ഇതിനകത്തൊക്കെ സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉണ്ട്. നമ്മൾ ഈ പറയല്ലോ, ഞാൻ പറഞ്ഞു പഠിക്കുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരു വീട്ടിലെ പയ്യൻ, ആ ഒരു വീട്ടിലെ പയ്യൻ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ കക്ഷിയാണോ, കൃത്യമായിട്ട് എല്ലാ സംഭവങ്ങളും നോക്കി വന്നിരുന്നു. അപ്പോൾ നാട്ടുകാർക്കൊക്കെ പയ്യനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. ഒരു ദിവസം പെട്ടെന്ന് ഇയാൾ അങ്ങ് ഡീവിയേറ്റ് ചെയ്തു, ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലൊന്നും ഒരു പൈസയും കൊടുക്കുന്നില്ല, വീട്ടുകാരുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. പുള്ളി മദ്യത്തിലേക്ക് അങ്ങ് പോയി, കിട്ടുന്ന പൈസ കുടിക്കാനേ ഉള്ളൂ, ആ ഒരു സിസ്റ്റത്തിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ പല ജ്യോത്സ്യന്മാരെയും കണ്ടു. പുള്ളിക്ക് ബാധദോഷമാണ്, മറ്റേ ദോഷമാണ്, മറിച്ച ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു, പലതും പറഞ്ഞ് കുറേ കാശ് കൊണ്ടുപോയി. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ട് പലരും എന്താണ്, ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ ആരെങ്കിലുമൊക്കെ ആകാം, അവർക്കിത് കാണുമ്പോൾ അവർ ചിലപ്പോൾ നല്ല അർത്ഥത്തിലായിരിക്കും പറയുന്നത്. എന്ത് നല്ല രീതിയാണെന്നറിയാമോ പയ്യന്. അപ്പം ഇത് പറയുന്നത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാലും മതി, പറയുന്നത് ആ വ്യക്തിയെ എന്ത് ചെയ്യും, ബാധിക്കും, ഒരു സംശയമില്ല. പലരും ഇതിനു വേണ്ടി പ്രതിവിധിയായിട്ട് ചെയ്യുന്നതാണ് ദേഹരക്ഷ എന്ന് പറയുന്നത്. ദേഹരക്ഷ ഒരു തകിടിനകത്ത് എഴുതി ഇടുക, വെണ്ടാസ് ഇടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് കേട്ടിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി തരുന്നവരുടെ കണക്കിരിക്കും. അതെന്തോ എഴുതി വെച്ചേക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്ത് തകിടാനകത്ത് ഇരിക്കുന്നതെന്നോ നമുക്കറിയത്തില്ല. അവർ പറയും തുറന്നു നോക്കരുതെന്ന് പറയും. എനിക്ക് കിട്ടിയ സാധനം 3 എണ്ണം കിട്ടിയിട്ടുണ്ട്, ആ 3 എണ്ണവും ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, കുറച്ച് ഭസ്മം ആദ്യം കുത്തിക്കയറ്റും, ശേഷം ഒരു കുഞ്ഞ് തകിട് പോലൊരു സാധനം, തകിടെന്നല്ല ഇതിന് പറയുന്നത്, അത് ശരിക്കും എന്തോ ഒരു ഓലയുടെ കണക്കൊരു സംഭവം, ഇതും അതിനകത്ത് വെക്കും. ചിലർ വെറൈറ്റി സാധനങ്ങളൊക്കെ വെക്കും. ഇതെന്താ ചെയ്ത് എങ്ങനാ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, പറയാമല്ലോ, ജ്യോതിഷം കൊണ്ട് പറ്റിക്കാൻ പറ്റും. ഒരു 99 പേരെ പറ്റിക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് 1% ഉണ്ട്. ആ 1%-ൻ്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കത്തില്ല.
പിന്നെ വരുന്ന ഒരു വിഭാഗമുണ്ട്, നിരീശ്വരവാദം പറയുന്നവരുണ്ട്. അവർ നിരീശ്വരവാദം പറയാൻ തക്കതായിട്ടുള്ള കാര്യം ഉണ്ടാവും. അതായത് അവരുടെ ജീവിതം തന്നെയാണ് അവരെ കൊണ്ടത് പറയിക്കുന്നത്, അല്ലേ? ജീവിതത്തിൽ രക്ഷപ്പെട്ട വ്യക്തികൾ അങ്ങനെ നിരീശ്വരവാദം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവർ നിരീശ്വരവാദികളായി പോകുന്നതൊക്കെ ജന്മന ഒന്നും ആവുന്നില്ലല്ലോ. പിന്നെ ചിലർ അറിവ് സമ്പാദിച്ചിട്ട് നിരീശ്വരവാദികളാവുന്നവരൊക്കെ ഉണ്ട്. കാരണം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇനിയൊന്നുമില്ല നമുക്ക് എന്നുള്ള രീതിയിൽ ഉള്ളവരും ഉണ്ട്. പല വിഭാഗത്തിൽപ്പെടുന്നവരാണ്, പല മനുഷ്യരല്ലേ. അപ്പൊ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേഹരക്ഷയ്ക്ക് പകരമായിട്ട് വെള്ളി ധരിക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളി വാങ്ങി കയ്യിലോ കഴുത്തിലോ നമ്മുടെ വിരലിലോ ഒക്കെ ഇടുക. ഒരു പ്രധാനപ്പെട്ട പ്രതിവിധിയാണത്, വെള്ളി എന്ന് പറയുന്നത്. ഈ പറയുന്ന കണ്ണേറും നഖേറും ഒക്കെ അവിടെ ഇരുന്നോളൂ. അതുപോലെ മറ്റൊന്നാണ് ശംഖ് കഴുത്തിൽ ധരിക്കുക എന്ന് പറയുന്നത്. ശൈവ വിഭാഗത്തിൽപ്പെട്ടവര് ലിംഗം കഴുത്തിൽ ധരിച്ചിരുന്നു. ലിംഗം എന്ന് പറഞ്ഞാൽ ശിവലിംഗമാണ്, തെറ്റിദ്ധരിക്കരുത്. ഈ ശിവലിംഗം ധരിച്ചിരുന്നു. അവരെ ലിംഗായത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശംഖ് കഴുത്തിൽ ധരിച്ചവരെ അറിയപ്പെട്ടിരുന്നത് വൈഷ്ണവർ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതിനെ വിളിക്കുന്നത് ആൾവാർ എന്നാണ്. ആൾവാർ അവരുപയോഗിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും, അവരുടെ ഒരു സിമ്പലും കൂടിയായിരുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ അതൊന്നും ഏൽക്കാതിരിക്കാൻ പഴയ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നവരെല്ലാം ദേഹരക്ഷ കിട്ടിയിരുന്നു. അറിയാലോ അതിനെപ്പറ്റി. അതുപോലെ ഈ നന്നായിട്ട് നൃത്തം ചെയ്യുന്നവര്, ഞാൻ പറയാം, ഒരു നിരവധി മേഖലയിൽ പ്രസിദ്ധരായിട്ടുള്ളവർ ചില മാലകൾ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഘടകമാണ് ഇതിനകത്ത്. മറ്റൊന്നാണ് രുദ്രാക്ഷധാരണം. ഇനി കണ്ണൻ സ്രാങ്ങിന്റെ അച്ഛൻ വന്നാൽ പോലും ഏൽക്കില്ല, കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. അതും ധരിക്കാം. ഏത് രുദ്രാക്ഷമാണെന്നറിയോ? പഞ്ചമുഖി. കോസ്റ്റ്ലി അല്ലാത്ത രുദ്രാക്ഷമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടും, അത് ധരിക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ചെമ്പ് കൊണ്ടുള്ളതും നമുക്ക് ധരിക്കാം. അതായത് പറയപ്പെടുന്നത് ലോഹവും അതുപോലെ മുത്തുക്കൾ നമ്മുടെ നാളിനൊക്കെ അനുസരിച്ചുള്ളത് ഇടാവേ, അതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. മുത്തുക്കളും ലോഹങ്ങളും ശരീരത്തിൽ ഉണ്ടാകണം. അപ്പൊ ഇത് ചില സംസ്കാരങ്ങളുടെ ഭാഗം കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറയുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ചില കൊച്ചു കുഞ്ഞുങ്ങളെ വെളിയിലേക്ക് ഷർട്ടിടിക്കാതെ ഉടുപ്പിടിക്കാതെ ഇറക്കില്ല, അല്ലേ? എന്താ കാര്യം? ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. മാറ അസുഖങ്ങൾ ഉണ്ടാവുക. നമ്മളതിന് കരിവളമൊക്കെ കൊടുക്കുന്ന സമ്പ്രദായം അല്ലേ ഹൈന്ദവ സമൂഹത്തിൽ? അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പൊട്ടിടുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണുകൾക്കൊരു ശക്തിയുണ്ട്, അല്ലെ? വശ്യതയാർന്ന ശക്തിയുള്ളവരുണ്ട്, അതുപോലെ നശിപ്പിക്കാൻ ശക്തിയുള്ളവരുണ്ട്, ചിലരുടെ വാക്കുകൾക്ക് ശക്തിയുള്ളവരുണ്ട്, ചിലരുടെ സംസാര ശൈലിക്ക് ശക്തിയുള്ളവരുണ്ട്. അപ്പൊ ഓരോ മനുഷ്യനും നമ്മൾ ഇതിനെ ഓറ എന്നൊക്കെ വിളിക്കാറില്ലേ, നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ളൊരു സംഭവം, അത് ശക്തമായിട്ടുള്ളവരുണ്ട്. ഒട്ടും തന്നെ ഇതൊന്നും ഇല്ലാത്തവരുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ അവരോട് നേർക്ക് നേർ നിന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. പിന്നെ ചിലർ എന്താണ്, കുറെയൊക്കെ പഠിച്ചു വെച്ചിട്ടൊക്കെ നേരെ നിന്ന് സംസാരിക്കും, പക്ഷെ അന്നേരം പോലും ശ്രദ്ധ മാറിപ്പോവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. പണ്ടുള്ളവർ ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. കൊച്ചു കുഞ്ഞ് കിടക്കുന്ന സമയത്ത് അതിൻ്റെ അരികിൽ ഇരുമ്പ് വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് കേട്ടോ. അത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പല ശക്തികളും ചുറ്റിലും ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം തന്നെയാണ്. നമുക്ക് നാശമുണ്ടാക്കുന്നത് പലതും നമ്മുടെ ചുറ്റിനുണ്ട്. അപ്പൊ അതിനെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടത് എന്താണ് എന്നുള്ളത് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ, 90% എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 50% വരെയൊക്കെ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. അതിനുവേണ്ടിയല്ലേ വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും കണ്ണേറും നാവീറും രണ്ടും ഉണ്ട് എന്നതിൽ
സംശയം ഇല്ല. ഇത് യുഗമാണ്. ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നോ എന്ന് ചോദിച്ചാൽ, ഇത് ഈ അന്ധവിശ്വാസമാണ് എന്ന് കരുതുന്നെങ്കിൽ കാണണ്ട. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കാണുക, ചെയ്യുക. ഇതുകൊണ്ട് സാമ്പത്തിക ലാഭം ചിലപ്പോൾ എനിക്കുണ്ടാവും, അല്ലേ? സോ അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനങ്ങ് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നില്ലല്ലോ, അല്ലെ? നിങ്ങൾ അതുകൊണ്ട് പടുകുഴിയിലേക്ക് പോകുന്നില്ലല്ലോ, അങ്ങൊരു സംഭവം ചെയ്യുന്നില്ലല്ലോ. സോ അതുകൊണ്ട് ഇനിയും വീഡിയോസ് തുടരും, അതിന് യാതൊരു സംശയമില്ല. സനാതന ധർമ്മത്തിൽ പ്രചരിപ്പിക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണെങ്കിൽ ഇവിടെ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. പണ്ടത്തെ മുനിമാര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുനിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസികൾ. അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബൂസ്റ്റ് ഈസ് മൈ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നല്ല പറഞ്ഞത്. ടെമ്പിൾസ് ആർ ദി സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതവര് ആ എനർജി എന്ന് പറയുന്നത് അവിടെ തളം കെട്ടി കിടക്കുന്ന അവരുടെ ശരീരത്തേക്ക് അങ്ങ് പെനിട്രേറ്റ് ചെയ്ത് അങ്ങ് ഉള്ളിലേക്ക് കടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ പറഞ്ഞത്. മറിച്ച് ക്ഷേത്രങ്ങൾ അറിവിന്റെ കേന്ദ്രങ്ങളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നു. ഇന്ന് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അല്ല എന്ന് തന്നെ പറയണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രുദ്രധാരയിലൂടെ എന്നും ഉണ്ടാകും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.